ഇന്ത്യയുടെ നിര എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് T20 ലോകകപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ എങ്ങനെ, മത്സരക്രമങ്ങൾ എങ്ങനെയെന്ന് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതായത് T20 ലോകകപ്പിൽ നമുക്കറിയാം, ഇന്ത്യയുടെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് 4 മത്സരങ്ങളാണുള്ളത്. അത് ഏതൊക്കെ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇന്നത്തെ മത്സരം ഇന്ത്യ വേഴ്സസ് USA ഇന്ന് വാങ്കഡയിൽ നടക്കും. രണ്ടാമത്തെ മത്സരം 12-ാം തീയതിയാണ്. 12-ന് ഇന്ത്യ വേഴ്സസ് നമീബിയ മത്സരം നടക്കും. 15-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. പക്ഷേ പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കൊളംബോയിൽ ആ മത്സരം നടക്കുമോ എന്നുള്ളത്. ഇന്ത്യൻ ടീം എന്തായാലും കൊളംബോയിലേക്ക് പോകുന്നുണ്ട്. ഗ്രൗണ്ടിൽ ഇന്ത്യ ഇറങ്ങിയേക്കും, പക്ഷേ പാകിസ്ഥാൻ എത്തുമോ എന്നറിയില്ല. എന്തായാലും അതാണ് ഒരു മത്സരം. 18-ന് ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം വരുന്നു. ഒപ്പം തന്നെ സൂപ്പർ 8 മത്സരങ്ങൾ തുടങ്ങുന്നത് 21 മുതലാണ്. ഫെബ്രുവരി 21 മുതൽ സൂപ്പർ 8 മത്സരങ്ങൾ തുടങ്ങും. ഒപ്പം സെമി ഫൈനൽ മത്സരങ്ങൾ മാർച്ച് 4, 5 തീയതികളിലായി 2 ദിവസങ്ങളിലായി സെമി ഫൈനൽ മത്സരം നടക്കും. മാർച്ച് 8-ന് കലാശപ്പോര് T20-യിലെ. അപ്പോൾ വലിയ ആകാംക്ഷയാണ് ടീം ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒപ്പം തന്നെ സഞ്ജു സാംസന്റെ സാധ്യതകൾ കൂടി നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊപ്പം എസ് മനോജ് ചേരുകയാണ്. മുൻ കേരള രഞ്ജി ടീം താരം എസ് മനോജ്. നമുക്കറിയാം, ക്രിക്കറ്റ് നിരീക്ഷകനാണ്. ഒപ്പം തന്നെ വളരെ സസൂക്ഷ്മം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മത്സരങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. ശ്രീ എസ് മനോജ്, ഇതിന് മുൻപ് താങ്കൾ ഈ ഫ്ലോറിൽ വന്നു. നമ്മൾ അന്ന് പ്രവചിച്ച കാര്യങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വലിയ പ്രവചനങ്ങൾക്കൊന്നും മുതിരേണ്ടതില്ല. ഇന്ത്യ അനായാസം ജയിക്കും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഒരു ഫോം വെച്ചിട്ട് ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഫോർട്രസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ T20 ഫോർമാറ്റിൽ ഇന്ത്യ കാഴ്ചവെക്കുന്ന ഫോം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. ഒരാൾ മാറുമ്പോൾ അയാൾക്ക് പകരമായിട്ട് വരുന്ന താരം അയാളെക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സഞ്ജു സാംസന് വേണ്ടിയൊക്കെ നമ്മൾ ആർത്ത് വിളിക്കുമ്പോൾ പോലും സഞ്ജു സാംസന് പകരം വന്ന, അല്ലെങ്കിൽ ഈ ഒരു മാസം മുമ്പ് വരെ സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നമുക്കറിയാം, ന്യൂസിലൻഡ് പരമ്പര വന്നതോടുകൂടി, ആ 5 T20 മത്സരങ്ങൾ വന്നതോടുകൂടി സഞ്ജു സാംസന്റെ ഒരു ഫോം ഡിപ്പ് ആവുകയും ആ ഒരു പൊസിഷനിലേക്ക് എവിടെ നിന്നോ പെട്ടെന്ന് ഉദയം ചെയ്ത ഇഷാൻ കിഷൻ എത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള നിരയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് ക്രിക്കറ്റിലെ ഒരു കുഞ്ഞൻ ടീമാണ് USA. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം ഇന്ത്യയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ USA നിരയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രമുഖ താരങ്ങളിൽപ്പെട്ട 3 പേർ മുംബൈയിൽ നിന്നുള്ള താരങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. മുംബൈയിലാണ് ഈ മത്സരം നടക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ, അല്ലെങ്കിൽ വാങ്കഡയിലെ പിച്ചിൽ കളിച്ച് തെളിഞ്ഞ 3 താരങ്ങൾ മുംബൈ ടീമിലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടെ അവരുടെ നിരയിലുണ്ട്. ഒന്ന് സൗരവ് നേത്രവാൽക്കറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്കറിയാം നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചതാണ് അദ്ദേഹം. എല്ലാ ടീമുകളായിട്ട് മികച്ച ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ അണ്ടർ-19 താരമായിരുന്നു. അണ്ടർ-19 ലോകകപ്പ് ഇന്ത്യ ഇന്നലെ ജയിച്ചു. അതുപോലെ അണ്ടർ-19 കളിച്ചൊരു താരമാണ് സൗരവ് നേത്രവാൽക്കർ. ഹർമീത് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു താരം, അദ്ദേഹവും അണ്ടർ-19 ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു താരമാണ്. IPL രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു. അദ്ദേഹം ഈ US നിരയിലുണ്ട്. അദ്ദേഹവും മുംബൈയിൽ നിന്നുള്ള താരമാണ്. അതുപോലെ തന്നെ ശുഭം രഞ്ജനെ എന്ന് പറയുന്ന മറ്റൊരു താരം, അദ്ദേഹവും മുംബൈയിൽ നിന്ന് തന്നെയുള്ളൊരു താരമാണ്. അവരെല്ലാവരും പിന്നീട് US-ലേക്ക് ചേക്കേറിയ ആളുകളാണ്. ശുഭം രഞ്ജനയുടെ ഗ്രാൻഡ് ഫാദർ, അതായത് മുത്തശ്ശൻ, അദ്ദേഹം പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. അപ്പോൾ ഈ മുംബൈയിലെ കണ്ടീഷൻസുമായിട്ടൊക്കെ, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ഇഴകിച്ചേർന്ന് കളിച്ചു വന്നിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സ് ആയിരുന്നപ്പോൾ തൊട്ട്, കുട്ടികളായിരുന്നപ്പോൾ തൊട്ട് കളിച്ചു വന്നതിന് ശേഷം പിന്നെ കരിയറിൽ മുംബൈ ക്രിക്കറ്റിൽ വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെല്ലാവരും തന്നെ US-ലേക്ക് ചേക്കേറിയവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടീമിനെയും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2024 ലോകകപ്പിൽ ഇതേ USA തന്നെയാണ് പാകിസ്ഥാനെ അട്ടിമറിച്ചത്. അന്ന് ആ മത്സരം ടൈ ആവുകയും പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ അവർ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരിക്കലും നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതൊരു ചെറിയ ഒരു ടീമായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സൂര്യകുമാർ ക്രിക്കറ്റാണ് ചെറിയ ടീമായി കാണാൻ പറ്റില്ല. ശ്രീ എസ് മനോജ്, എന്റെ ചോദ്യം, ഇന്നിപ്പം ടീം ഇന്ത്യയെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴേ, ഇന്ന് സൂര്യകുമാർ യാദവ് ഏറ്റവും കൂടുതൽ വിയർക്കേണ്ടി വരിക കളിക്ക് മുൻപായിരിക്കും. കാരണം ആരെയൊക്കെ ഇറക്കും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എല്ലാവരും ഫോമിലാണ് ഇപ്പോൾ, ഏതാണ്ട് എല്ലാവരും ഫോമിലാണ്. പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫോമിലേക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം ഫോമിലില്ല എന്നുള്ളത്. പക്ഷേ ആര് ഇറക്കും എന്നുള്ളത്, അപ്പോൾ ഇന്ത്യയുടെ ഒരു സാധ്യത 11 എങ്ങനെയായിരിക്കും?
എനിക്ക് തോന്നുന്നത് സഞ്ജു ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു പ്രാക്ടീസ് മാച്ച് നമ്മൾ സൗത്ത് ആഫ്രിക്കയായിട്ട് കളിച്ചപ്പോൾ പോലും ആ ഒരു പ്ലേയിങ് ലെവലിൽ സഞ്ജുവിനെ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ബാറ്റർമാർക്കും ചാൻസ് കൊടുത്തപ്പോൾ പോലും, കാരണം അതൊരു വാമപ്പ് മാച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങൾക്കും ചാൻസ് കൊടുത്തിരുന്നു. അപ്പോൾ പോലും സഞ്ജുവിനെ അവർ പരീക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 1 ഡൗൺ പൊസിഷനിൽ തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവ് ആയിരിക്കും, തിലക് വർമ്മ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹം ഒരു റൈറ്റ് ഹാൻഡർ ബാറ്ററാണ്. 2 ഓപ്പണേഴ്സും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു 1 ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യകുമാർ യാദവ് വരും. 2 ഡൗൺ പൊസിഷനിലായിരിക്കും തിലക് വർമ്മ വരുന്നത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും റിങ്കു സിംഗും അടങ്ങുന്ന ഓൾറൗണ്ടർമാരും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേലുമായിരിക്കും. അക്സർ പട്ടേലായിരിക്കും സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. ഒപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുൺ ചക്രവർത്തി ഉണ്ടായിരിക്കും. അതുപോലെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജസ്പ്രീത് ബുംറ കളിക്കുന്നില്ല എന്നുള്ളൊരു ന്യൂസ് വരുന്നു. അദ്ദേഹത്തിന് എന്തോ അസുഖമാണെന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലേക്ക് ഇപ്പോൾ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹർഷിത് റാണയ്ക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന മുഹമ്മദ് സിറാജ് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹർഷദീപ് സിംഗിന്റെ ഒരു സ്ഥാനം നമുക്ക് ഉറപ്പിക്കാം. കാരണം ഹർഷദീപ് സിംഗ് ഇങ്ങനെ മുംബൈ പോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ, അതായത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 6 ഓവർ 8 ഓവറൊക്കെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുന്ന കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ ഹർഷദീപ് സിംഗിനെ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11. 2 ജെന്യുവിൻ ഫാസ്റ്റ് ബോളേഴ്സ് ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും 2 ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാരുണ്ടാവും. അതുപോലെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ആയിരിക്കും. ഇതാണ് ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.